Welcome back to another vlog, guys. അപ്പോൾ ഗൈസ് ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. അത് വളരെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ലഘുവായ മസാലാസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് പോയി നോക്കണ്ടേ. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, എന്നിട്ട് ഒരു 4 സബോള, ചെറിയ മീഡിയം സൈസിലുള്ള 4 സബോള, പിന്നെ ജീരകം, പെരിഞ്ജീരകം കൂടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട്, ഈ ജീരകവും പെരിഞ്ജീരകവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വരും. അപ്പോൾ ഇത് പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഡയറക്റ്റ് നമ്മൾ സബോള ആഡ് ചെയ്യാണ്. അപ്പോൾ സബോള ആഡ് ചെയ്തിട്ടുണ്ട്. സബോള ആഡ് ചെയ്ത് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബോള ഒക്കെ ആഡ് ചെയ്ത് നല്ലോണം വഴണ്ട് ഇതിൽ സെറ്റായി വരുന്ന നേരത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ സബോളയൊക്കെ ഏതാണ്ട് റെഡിയായി. ഇനി നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ വേറെ ബൗളിലേക്ക് ഇട്ടു. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പില, പിന്നെ ഇഞ്ചും പച്ചമുളകും നമ്മൾ അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റി വന്നിട്ട് നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരില്ലേ, അതുവരെയ്ക്കും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങിയ ആ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഫ്ലെയിമിൽ തന്നെ, ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇതിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആച്ചിയുടെ കുഴമ്പ് മസാല എന്ന് പറയും. അപ്പോൾ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗരം മസാല ഇട്ട് നമ്മൾ പെരിങ്കായ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു 2-3 മിനിറ്റ് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഫ്ലെയിമിലൊന്നും വെക്കാണ്ട് നമ്മൾ നേരിയ രീതിയിൽ വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മസാലയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ഓണിയൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഓണിയനും ജീരകവും നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം അധികം വെക്കരുത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ഒരു ഗ്രേവി പോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം, കുറേ ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലിരുന്ന് ഇത് കുറച്ച് നേരം അങ്ങനെ വേവാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന് മസാല റെഡിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ഇടേണ്ടതാണ് ഒരു ലേശം പഞ്ചസാര ഇടണം. അതിന് മുമ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് എടുത്ത് നല്ലപോലെ വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിച്ചു നോക്കി. ഇപ്പോൾ പൊളിയായിട്ടുണ്ട്. അപ്പോൾ ലേശം നമ്മൾ പഞ്ചസാര ഇടുന്നു. പഞ്ചസാര ഇട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ ഒരു ഒരു 2-3 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് മസാലയുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, cheers.